വണ്ടിപ്പെരിയാറിൽ കഴിഞ്ഞ 10 മാസക്കാലമായി സേവനം അനുഷ്ഠിച്ച് ട്രാൻസ്ഫറായ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ ഉൾപ്പെടെയുള്ള 4 ഉദ്യോഗസ്ഥർക്ക് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നടത്തി. പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും ഒപ്പം മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കും തന്റേതായ ശ്രമം കൊണ്ട് ശ്രദ്ധ നേടിയ ഉദ്യോഗസ്ഥന്റെ ട്രാൻസ്ഫർ ഗ്രാമപഞ്ചായത്തിന് ഏറെ നഷ്ടമെന്ന് യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തിങ്കൽ പറഞ്ഞു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഈ ഓണക്കാലത്ത് കുറഞ്ഞ മുതൽ മുടക്കിൽ സംതൃപ്തിയായ ഓണം ആഘോഷിക്കൂ. ജെനീസ് പാഷൻ വേൾഡിനൊപ്പം. ജെനീസ് പാഷൻ വേൾഡ്, മുബാറക് ബിൽഡിംഗ്, വണ്ടിപ്പെരിയാർ. ഏവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എന്ന പദവി പ്രസിഡന്റിനൊപ്പം നിൽക്കുന്ന ഉദ്യോഗസ്ഥ പദവിയാണ്. ഏതൊരു വികസന പ്രവർത്തനങ്ങളും ഭരണസമിതി തീരുമാനിക്കുമ്പോഴും അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തം കൂടിയാണ് സെക്രട്ടറിക്ക് ഉള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറിൽ കഴിഞ്ഞ 10 മാസക്കാലമായി ജനങ്ങൾക്ക് വേണ്ടി സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ. വ്യക്തിപരമായും ഒപ്പം നാടിന്റെ വികസനത്തിനും ഇതിലൊക്കെ ഉപരി മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനത്തിൽ ഏറ്റവും പിന്നിൽ നിന്ന ഗ്രാമപഞ്ചായത്തിനെ 50ാം സ്ഥാനത്ത് നിന്നും 20ാം സ്ഥാനത്ത് എത്തിക്കാൻ കഴിഞ്ഞ വ്യക്തി കൂടിയാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയായി പ്രവർത്തിച്ച ഇദ്ദേഹം. പ്രസിഡന്റ്, മറ്റു ഭരണസമിതി അംഗങ്ങൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാറി നിൽക്കുമ്പോഴും ആ കുറവ് കൂടി നികത്തിയാണ് സെക്രട്ടറി ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്നത്. ഗ്രാമപഞ്ചായത്തിലെ പാർക്കിംഗ് സംബന്ധിച്ചും രാഷ്ട്രീയ പാർട്ടികളുടെ പഞ്ചായത്തിനോട് ചേർന്ന് നിന്നിരുന്ന കൊടിമരം നീക്കം ചെയ്തതിലും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുവാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞു. ഇതോടൊപ്പം 900 ഫയലുകൾ തീർപ്പാക്കാതെ കെട്ടിക്കിടന്ന ഗ്രാമപഞ്ചായത്തിൽ 120 ഫയലുകൾ മാത്രം ബാക്കി വെച്ചാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ പടിയിറങ്ങുന്നത്. ഇതുകൂടാതെ ജനങ്ങളുടെ ഇടയിൽ ജനകീയ സെക്രട്ടറിയായാണ് തന്റെ സേവനം വണ്ടിപ്പെരിയാറിൽ കാഴ്ചവെച്ചത്. സെക്രട്ടറിക്കൊപ്പം അസിസ്റ്റന്റ് സെക്രട്ടറി, അക്കൗണ്ടന്റ്, പ്ലാൻ ക്ലർക്ക് കൂടി ട്രാൻസ്ഫർ ആകുമ്പോൾ വികസന പ്രവർത്തനങ്ങൾക്ക് ഒത്തൊരുമിച്ച് നിന്ന് ഒരു കൂട്ടം ഉദ്യോഗസ്ഥരാണ് വണ്ടിപ്പെരിയാറിന് നഷ്ടമാകുന്നത് എന്ന് യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തിങ്കൽ പറഞ്ഞു. ഇതിപ്പോ ഒരു യാത്രയയപ്പ് എന്ന് പറയുമ്പോൾ കൂട്ടത്തോടെ ഏതാണ്ട് പൂർണ്ണമായിട്ട് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ സ്റ്റാഫ് എല്ലാം പോകുന്ന ഒരു സ്ഥിതിയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അത് ഇവിടുത്തെ മാത്രം കാര്യമല്ല, ഇത് ജനറൽ ട്രാൻസ്ഫറാണ്. ഈ ജനറൽ ട്രാൻസ്ഫറിൽ ഓപ്റ്റ് ചെയ്ത് എല്ലാവരും ഓരോരോ സ്ഥലങ്ങളിലേക്ക് അവരിഷ്ടപ്പെട്ട സ്ഥലത്തേക്ക്, ചില ഇഷ്ടപ്പെടാത്ത സ്ഥലത്തേക്കൊക്കെ പോവുകയാണ്. എന്നിരിക്കലും നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു പുകഴ്ത്തി പറയുകയല്ല, ഇത് 6ാമത്തെ സെക്രട്ടറിയാണ്. ഈ 2021 ഭരണസമിതി വന്നതിന് ശേഷം ഈ സെക്രട്ടറിയെക്കുറിച്ച് ആദ്യമായിട്ട് ഞാൻ 1-2 കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ കുറച്ച് ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ, ഇവിടെ വരുന്ന മറ്റു പഞ്ചായത്തുകളിൽ നിന്ന് ഇവിടെ വരുമ്പോൾ ഇങ്ങോട്ട് പോരുക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എന്തോ ഒരു മുൻവിധിയോടുകൂടി. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് ശ്രീരാമൻ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഡി അജിത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബി ജോർജ്, കെ മാരിയപ്പൻ, CDS ചെയർപേഴ്സൺ എസ് പുനിത, വ്യാപാര വ്യവസായ ഏകോപന സമിതി അംഗം TC ഗോപാലകൃഷ്ണൻ, പ്രേരക PK ഗോപിനാഥൻ തുടങ്ങിയവർ യാത്രയയപ്പ് സമ്മേളനത്തിൽ സംസാരിച്ചു. തുടർന്ന് ട്രാൻസ്ഫർ ആകുന്ന സെക്രട്ടറി അടക്കമുള്ള 4 ഉദ്യോഗസ്ഥർക്ക് മൊമന്റോ നൽകി ആദരിച്ചാണ് യാത്രയയപ്പ് നടത്തിയത്. ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നൽകിയ യാത്രയയപ്പ് സമ്മേളനത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ സംസാരിക്കുകയും ചെയ്തു. വല്ലാതെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ എന്നെക്കുറിച്ച് നല്ല വർത്തമാനം പറഞ്ഞതിനൊക്കെ നന്ദി. പക്ഷേ അത് എൻ്റെ മാത്രം കഴിവെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത് വിനയം കൊണ്ടൊന്നുമല്ല, യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. നല്ലൊരു ടീമിനെ കിട്ടുക എന്നുള്ളത് ഭാഗ്യമാണ്. ഏത് ഓഫീസിൽ പോയാലും നല്ലൊരു ടീം കിട്ടുക എന്നുള്ളത്, വളരെ മികച്ച ഒരു ടീമിനെയാണ് എനിക്കിവിടെ കിട്ടിയത്. എൻ്റെ സഹപ്രവർത്തകർ എന്ന് വെച്ചാൽ ഓരോരുത്തരും അവരിൽ അർപ്പിതമായ ജോലി എല്ലാ തരത്തിലും ഏത് നിമിഷവും ജോലി ചെയ്യാൻ, അപൂർവം വളരെ കുറച്ച് പേര് ഒഴിച്ച് ബാക്കി എല്ലാ പേരും ഏത് നിമിഷം പറഞ്ഞാലും ആ ജോലി ചെയ്യാൻ വളരെ സന്തോഷത്തോടെ ആത്മാർത്ഥതയോടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് കിട്ടിയ നല്ല വാക്കുകളെല്ലാം ഞാൻ അവർക്ക് കൊടുക്കുകയാണ്. കാരണം ഒറ്റയ്ക്ക് ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സംസ്ഥാനത്തുടനീളം നടക്കുന്ന ജനറൽ ട്രാൻസ്ഫർ ആയതിനാൽ തന്നെ അടുത്ത സെക്രട്ടറി ഗ്രാമപഞ്ചായത്തിൽ ചാർജ് എടുക്കുന്നതുവരെ പ്രവർത്തനങ്ങൾ താളം തെറ്റുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.